ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു മസാല ബ്രെഡ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്രെഡുകൾ നമുക്കൊരു ചെറിയ പീസുകളാക്കിയിട്ട് ഒരു കത്രിക എടുത്തിട്ട് അതൊക്കെ വെട്ടിണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിരി കൊണ്ടാകുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ആ കൈ കൊണ്ടാകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് പൊട്ടിപ്പോരും. അപ്പോൾ നമുക്ക് കത്തിരി കൊണ്ട് വെട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെട്ടിയിട്ട് ഇങ്ങനെ സൈഡ് വെട്ടി അല്ലെങ്കിൽ 3 വരിയായിട്ട് വെട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ സൗകര്യം പോലെ എത്ര വലുപ്പം ബ്രെഡിൻ്റെ പീസ് വേണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് 8 ബ്രെഡും വെട്ടിയെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. എന്ന് വെച്ചാൽ നല്ല മസാലയൊക്കെ പിടിക്കുമ്പോഴേ നല്ല പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുറച്ച് എരിവ് വേണം കേട്ടോ. എരിവൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതാണ്. എരിവ് കഴിക്കാത്തവർക്ക് പറഞ്ഞ പോലെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് പറ്റില്ല. അപ്പോൾ എരിവും മുട്ടയൊക്കെ പുഴുങ്ങിയത് എരിവിലൊക്കെ ഇടുന്ന റോസ്റ്റ് പോലെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേറെ ഒന്നും തയ്യാറാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അത്, ബ്രെഡ് കൊണ്ട്. അപ്പോൾ ആ ബ്രെഡ് 8 ഞാൻ അതുപോലെ ചെറിയ പീസുകളാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ പീസുകൾ അതിലിട്ടിട്ടൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം കരിയണ പോലെ ആവണ്ട, ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും ബ്രെഡിൽ. അപ്പം അടിയിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താ നമുക്ക് ഇഷ്ടമെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് ചേർത്തുള്ളത്. അപ്പോൾ അത് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. ഇനി ആ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് സബോളയും ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സബോള ചെറുതാക്കി അരിഞ്ഞ ചേർത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി ഇളക്കുക. കറിവേപ്പില കുറച്ച് ചേർത്തു. എന്നിട്ട് ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ വാടാൻ വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത വേഗം സബോളയൊക്കെ ഒന്ന് വാടി കിട്ടേ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരുവിധം വാടി വേണ്ട, വാടി പോകുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി വലിയൊരു ടീസ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി ഇളക്കിയിട്ട്, അപ്പോൾ മല്ലിപ്പൊടി ചേർത്തു. ഇനി അതിൻ്റെ പിന്നാലെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു ചെറിയ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തു. എല്ലാം കൂടി നന്നായി മിക്സാക്കി ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായി മിക്സാക്കി ഇളക്കി ഇപ്പോൾ ഒരുവിധം കളർ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മുട്ട പുഴുങ്ങിയതില്ലേ, ആ മുട്ട ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിൽ ആ തരത്തിൽ അരിഞ്ഞിങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കുറേശ്ശെ എരിവും കഴിക്കുന്ന കുട്ടികളാവണം കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മതിയായാലും പിന്നെയും കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടി ആകുമ്പോൾ. അപ്പോൾ ആ മുട്ട ചെറുതാക്കി അരിഞ്ഞത് ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറി മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കറി മസാലപ്പൊടി ചേർക്കണം കേട്ടോ അതിലേക്ക്. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച്, എന്നിട്ട് കൂട്ടി ഇളക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ഒന്ന് വാടട്ടെ കേട്ടോ. അപ്പോൾ മുട്ട ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്തു. മസാലപ്പൊടി ഇല്ലേ, നമ്മുടെ കറി മസാലപ്പൊടി, അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. അതൊക്കെ കൂടി വേണം, നല്ലൊരു ടേസ്റ്റ് വരും പ്രത്യേകിച്ച്. അപ്പോൾ ആ മുട്ട ഒന്ന് വാടി എല്ലാം മിക്സായിട്ട് ആ എരിവൊക്കെ മുട്ടയിൽ പിടിക്കുന്നവരെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബ്രെഡ് കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ മസാല ഇട്ടിട്ട് നന്നായി ബ്രെഡിൽ മസാല പിടിക്കോളം ഒന്ന് ചെറുതാക്കി മറിച്ചൊക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡിൽ നന്നായി മസാല പിടിക്കണം. ഉള്ള മസാലയും മുട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സാക്കി നന്നായി ഇളക്കിയ എല്ലാം കൂടി ആകുമ്പോൾ എല്ലാതുമ്മലും മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി എല്ലാവരും യോജിപ്പിക്കുക. അപ്പോൾ അതേ മസാലയൊക്കെ എല്ലാവരുടെയും ഒരുപോലെ പിടിച്ച പോലെ അതിൻ്റെ കളർ മാറിയത് തന്നെ കണ്ടില്ലേ. മസാലയൊക്കെ എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്.
അപ്പോൾ അത് കണ്ട നല്ല ഭംഗിയിൽ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. ഇത് ഒരു പ്രാവശ്യമൊക്കെ കഴിച്ച് ശീലമുള്ള കുട്ടികളാണെങ്കിൽ പിന്നെയും ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ആവശ്യപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റ് അതിന്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് ഇട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ അപ്പോൾ ഒരു മല്ലിച്ചപ്പൊക്കെ ഇത്തിരി ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കിയത് കാണാൻ നല്ല ഭംഗി, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.